നമുക്കിന്ന് ചെറിയ ഉള്ളി വെച്ച് വളരെ ടേസ്റ്റിയായ ഒരു സാമ്പാർ ഉണ്ടാക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു കുക്കർ എടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് ചെറിയ കപ്പിന് അരക്കപ്പ് പരിപ്പും മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടിയിട്ട് ഒന്ന് നന്നായിട്ട് വേവിച്ചെടുക്കാം. ഒരു 3 വിസിലടിച്ച് കുക്കറിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒരു മൺചട്ടി വെച്ച് ചട്ടി ഒന്ന് നന്നായി ചൂടായതിന് ശേഷം അതിനകത്തേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായി ചൂടായതിന് ശേഷം ഞാനിവിടെ ചെറിയ ഉള്ളി 20 എണ്ണ എടുത്തിട്ടുണ്ട്. അത് അരിഞ്ഞിട്ടല്ല, ഒന്നോടെയാണ് എടുത്തിരിക്കുന്നത്. അതൊന്ന് എണ്ണയ്ക്കകത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഉള്ളിയൊക്കെ ഒന്ന് സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് മീഡിയം സൈസ് ഒരു തക്കാളി അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതും കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി തക്കാളി ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടി ഒരു 2 മിനിറ്റ് അടച്ചു വെച്ചൊന്ന് വേവിക്കാം. ഇപ്പോൾ തക്കാളിയൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ സാമ്പാർ പൊടിയും 1/4 ടീസ്പൂൺ കായപ്പൊടിയും ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി പരിപ്പ് വേവിച്ച കൂടെ ഇട്ടിട്ടുള്ളത് കൊണ്ട് മഞ്ഞൾപ്പൊടി ഞാൻ ഇനി ഇതിനകത്ത് ഇട്ട് കൊടുക്കുന്നില്ല. എന്നിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ പൊടിയുടെ പച്ചമണം എല്ലാം നന്നായി മാറിയിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന പരിപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് വെള്ളവും കൂടെ ചേർത്ത് ഒന്ന് ലൂസാക്കിയെടുക്കാം. ഒരു നെല്ലിക്ക വലുപ്പത്തിൽ പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ആ പുളിവെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഈ സമയത്ത് ഉപ്പ് നോക്കിയിട്ട് കുറവാണെങ്കിൽ പാകത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം. ഇനി ഇതൊന്ന് നന്നായിട്ട് തിളച്ച് പാകത്തിന് കുറുകി വരട്ടെ. ഇതിപ്പോൾ നന്നായിട്ട് തിളച്ച് പാകത്തിന് വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തേക്ക് താളിച്ച് ചേർക്കാം. ഒരു പാൻ വെച്ച് നന്നായി ചൂടായതിന് ശേഷം അതിനകത്തേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇപ്പോൾ എണ്ണ നന്നായി ചൂടായിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് 1/4 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് നന്നായി പൊട്ടിയിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് 2 ചെറിയ ഉള്ളി അരിഞ്ഞതും വറ്റൽമുളകും കറിവേപ്പിലയും കൂടി ഇട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സാമ്പാറിനകത്തേക്ക് ഇത് ചേർത്ത് കൊടുക്കാം. അങ്ങനെ ചെറിയ ഉള്ളി വെച്ചിട്ടുള്ള വളരെ ടേസ്റ്റിയായ സാമ്പാർ ഇവിടെ തയ്യാറായിരിക്കുന്നു.